ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ ഡിവൈഎഫ്ഐ CPIM സമരം. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ച് വളയൽ സമരം തുടങ്ങി. ദുരന്ത ബാധിതരുൾപ്പെടെ CPIM നേതാക്കളാണ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുക. അനൂപ് തുടരുന്നു. അനൂപ്, വിശദാംശങ്ങൾ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ട വിവിധ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നിഷേധാത്മക സമീപനങ്ങൾ തുടരുന്നതിനെതിരെയാണ് ഇന്നും വയനാട്ടിൽ ഇത്തരത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. നേരത്തെ ഹർത്താൽ ഉൾപ്പെടെ വയനാട്ടിൽ LDF UDF മുന്നണികൾ നടത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും മറ്റ് യുവജന സംഘടനകളുടെയും എല്ലാ നേതൃത്വത്തിൽ തുടർ സമരങ്ങൾ തന്നെ വയനാട്ടിൽ നടന്നിരുന്നു. ഏതായാലും ആ സമര പരിപാടികൾ വീണ്ടും ഇത്തരത്തിൽ തുടരുകയാണ് എന്നതാണ് ഏറെ പ്രധാനം. അതിൽ പ്രധാനപ്പെട്ടത് ഇന്ന് ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരന്ത ബാധിതർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ ഒരു സത്യാഗ്രഹ സമരമാണ്. കൽപ്പറ്റ ഹെഡ് ഓഫീസിന് മുന്നിലാണ് ദുരന്ത ബാധിതർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം. അത് അല്പസമയം തന്നെ ആരംഭിക്കും. നേരത്തെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ച് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരവും രാവിലെ 8 മണിയോടുകൂടി ആരംഭിച്ചു. അതിപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനകം CPM ജില്ലാ സെക്രട്ടറി T. ഗഡറിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്യും. ആദ്യത്തിൽ ഈ രണ്ട് സമരങ്ങളും തുടരുകയാണ്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്രത്തിന് ഈ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചത് കത്തയച്ചിരുന്നു. ചൂരൽമല മണ്ഡലത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആ കത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യം. ഈ കത്തിന്റെ മറുപടിയിലാണ് കേന്ദ്രത്തിന്റെ നിലപാട് അവസാനമായി വിശദീകരിക്കപ്പെട്ടത്. അതിൽ ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാൻ മാനദണ്ഡങ്ങളില്ല എന്ന നിലപാടാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. അതോടുകൂടി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോടുള്ളൊരു നിഷേധാത്മക സമീപനം പൂർണ്ണമായും പുറത്തുവരികയും തുടർ സഹായങ്ങൾ ഇക്കാര്യത്തിൽ ലഭ്യമാവില്ല എന്നതിന്റെ പ്രത്യക്ഷ സൂചന നൽകുകയും ചെയ്തു കേന്ദ്രം. ഇതേ തുടർന്നാണ് വയനാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടത്. പ്രളയവും ഉരുൾപൊട്ടലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിലവിലെ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് കേന്ദ്ര നിലപാട്. അതിനാൽ വയനാട് ഉൾപ്പെടെ ഈ ദേശീയ ദുരന്തത്തിന്റെ പട്ടികയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്നും ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് 300 കോടിയിലധികം രൂപ നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. ഇത്തരത്തിൽ ഉള്ള നിഷേധാത്മക നിലപാടിനെതിരെയാണ് വയനാട്ടിലേതായാലും സമരം. നേരത്തെ LDF ഹർത്താൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിന് തുടർ സമര പരിപാടികളുടെ ഭാഗമായാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത്. ഈ രണ്ട് സമരങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. തുടർന്ന് LDF നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ഓഫീസിലേക്ക് ഇക്കാര്യങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും നിഷേധാത്മകമായ സമീപനം കേന്ദ്രം തുടരുകയാണെങ്കിൽ ആ വിധത്തിലുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളാണ് വയനാട്ടിൽ ഏതായാലും നടക്കുക. അതോടൊപ്പം ഡൽഹിയിലും നടക്കുക. ഏതായാലും അല്പസമയത്തിനകം ദുരന്തബാധിതർ ഉൾപ്പെടുന്ന പോസ്റ്റ് ഓഫീസ് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും. ഡിവൈഎഫ്ഐ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്.